നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നൊരു ഫാമിലി അടിച്ച് തകർത്ത ഒരാളെ നമ്മൾ പിന്നെയും കുണുകുണ അവർക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുവോ? അത് ഞാൻ സമർത്ഥിക്കുന്നു. പക്ഷെ ഒരു തവണ പോലും ലൈഫിൽ ഇന്ന് വരെ വീണ നായർ മെസ്സേജ് അയക്കുമല്ലോ മെസ്സഞ്ചറിലൊക്കെ കുണുകുണാന്ന് മെസ്സേജ് കുണുകുണ വന്നല്ലോ വനമല്ല, നമ്മുടെ എല്ലാവരുടെയും സ്വന്തം രേഷ്മ പി തങ്കച്ചൻ. വിവാദങ്ങളുടെ മേൽ നിൽക്കുന്ന വിവാദ റാണി. വാവ്, ഇങ്ങനത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ തന്ന് കയറ്റിവിടണമെങ്കിൽ അത്രയും ഹൈപ്പിൽ നിൽക്കുന്നത് കൊണ്ടല്ലേ. താൻ എന്തോ എന്നുള്ളൊരു വിചാരത്തിൽ ജീവിക്കുന്ന ഒരു ലേഡി. കള്ളങ്ങളുടെ മേളിൽ കള്ളങ്ങളാൽ കൂമ്പാരം കൂട്ടി എല്ലാ കള്ളങ്ങളും പൊളിഞ്ഞടുങ്ങി വീഴുന്ന ഒരു ചരിത്രം കൂടി ഈ രേഷ്മ പി തങ്കച്ചനുണ്ട്. ഇപ്പൊ പറഞ്ഞല്ല പിന്നെ പറഞ്ഞല്ല അടുത്ത് പറഞ്ഞല്ല ആദ്യം പറഞ്ഞത്. ഈ സെറ്റപ്പിലാണ് ജീവിതം മുന്നോട്ട് പോകുന്ന സുഹൃത്തുക്കളെ. സത്യം പറഞ്ഞാൽ എനിക്ക് വീണ്ടും പുച്ഛം മാത്രം. ബിനു എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, ആദ്യം കല്യാണം കഴിച്ചിട്ടുള്ള ഒരു വ്യക്തി. ആ വ്യക്തി ഇവര് കല്യാണം കഴിച്ചത് ഒരു തെറ്റായിട്ട് എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല. എന്തുവാട് ഈ ലോകത്ത് ആദ്യത്തെ സ്ത്രീയാണോ ഒരു കല്യാണം കഴിച്ചിട്ട് അടുത്ത കല്യാണം കഴിച്ച് പോകുന്നത്? അതൊന്നും ഒരു തെറ്റുമല്ല. അവർക്ക് ആദ്യത്തെ ബന്ധത്തിൽ നേരെ പോകാൻ പറ്റിയില്ല, അവർ പോയില്ല, അടുത്ത ബന്ധത്തിലോട്ട് പോയി. പക്ഷേ ഇവര് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇവരുടെ എല്ലാത്തിനും ഉള്ള വഴിത്തിരിവും പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. നാക്ക്, ഇവര് സംസാരിക്കുന്ന വാക്കുകളാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കള്ളത്തനം മാത്രം പറയാൻ വേണ്ടി വാ തുറക്കും, നാക്ക് നീട്ടും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സീരിയസില്. അതിനു വേണ്ടി മാത്രം വാ തുറന്നും കൊണ്ട് തുപ്പിക്കൊണ്ടേയിരിക്കും. ഈ ബിനു എന്ന് പറയുന്ന ഞാലിയാങ്കുഴി ബിനു, അങ്ങേരെ അറിയത്തില്ല അതാരാ എന്നുള്ള സെറ്റപ്പിൽ ആദ്യം ഇരിക്കും. പിന്നെ ഒന്ന് പറയും ഞാൻ കിട്ടിയെങ്കിൽ നിനക്കെന്താടാന്ന് പറഞ്ഞ് അടുത്ത് ചോദിക്കും. പിന്നെ ഞാൻ കിട്ടിയെങ്കിൽ അറിയിക്കാം, ഇനി അതിന്റെ കാര്യം ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്ന് ഉരുണ്ട് പെരള്. ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കലി വരും കേട്ടോ. എനിക്കാണെങ്കിൽ ഈ കള്ളത്തനങ്ങള് ഉരുണ്ടുകളി ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. എനിക്ക് പേഴ്സണലി ദേഷ്യം വരും. അത് എന്റെ വിഷയമാവണമെന്നില്ല, എനിക്ക് ദേഷ്യം വരും. അങ്ങനെ ദേഷ്യങ്ങളാൽ രൂപപ്പെട്ട് വന്നാണ് ഈ കോലത്തിൽ ഇരിക്കുന്നത്. എല്ലാം കള്ളത്തനം, വാ തുറന്ന കള്ളം മാത്രമേ പറയത്തുള്ളൂ. വീണയെ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. സുധിയുടെ രണ്ടാമത്തെ ഭാര്യയായ വീണെ രേണുവിനെ അറിയത്തില്ല. രേണുവിന് വേറെ ആരും അറിയത്തില്ല. ആദ്യത്തെ ഒരു ഭാര്യ മരിച്ചു പോയില്ല, അവരെ മാത്രമേ അറിയത്തുള്ളൂ. ഇനി എങ്ങാണ്ട് വീണ അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസിന്റെ ഷെയർ വീണയ്ക്ക് പോയാലോ എന്ന് ചിന്തിക്കുന്ന അത്രയും വിവരമില്ലായ്മയിൽ കൂടി ഓടിപ്പോകുന്ന ജീവിതങ്ങളാണല്ലോ. അതുകൊണ്ട് പറഞ്ഞതാ. ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടായിരിക്കും വീണ അറിയത്തില്ലെന്ന് പറഞ്ഞത്. അങ്ങനെയൊന്നും ഇൻഷുറൻസ് കിട്ടത്തില്ല. നിലവിൽ ലീഗലി ആരാണ് ഭാര്യ അവർക്കേ കിട്ടത്തുള്ളൂ. അത് ലീഗലി ആണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അതും കിട്ടത്തില്ല. അതൊക്കെയാണ് അവസ്ഥ. വീണയ്ക്ക് നിങ്ങളുടെ ഇൻഷുറൻസും തേങ്ങയൊന്നും കിട്ടാൻ പോകുന്നില്ല. എവിടെ കൂടിയാണ് വീണ വന്ന് വിഴുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഏതൊക്കെ മീഡിയയിൽ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞ് അവസാനം അവരും രംഗത്ത് വന്ന് കുറെ വോയിസാൽ കുറെ നാൾ ഓടി വീണ. അതിനുശേഷം ഇപ്പൊ വന്നിട്ട് അവരവരുടെ സൈഡ് ക്ലിയർ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അതിന്റെ റീസണും നിങ്ങൾ തന്നെയാണ്. ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്നിട്ട് വീണയെ കുറിച്ചിട്ട് കുറെ വെട്ടി തള്ളിയിട്ടുണ്ടായിരുന്നു. എനിക്കറിയത്തില്ല കുണുകുണാന്ന് എവിടെ മെസ്സേജ് അയച്ചിട്ടൊക്കെ പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതിൽ ആദ്യം വീണ പറയുന്ന കേട്ടോക്കെ, എന്നിട്ട് നമുക്ക് കുണുകുണയിലോട്ട് വരാം. ഒരു ആർട്ടിസ്റ്റ് ലെവലിൽ വന്ന ഒരാളല്ല. അപ്പോൾ എന്നെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. രേഷ്മ തങ്കച്ചൻ അല്ലെങ്കിൽ രേണുസുധി ഇത് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിങ്ങനെ ലൈവ് വന്നത്. കുറേ മീഡിയക്കാരെന്നെ കോണ്ടാക്ട് ചെയ്തു. കുറേ ആൾക്കാർ എന്നെ കോണ്ടാക്ട് ചെയ്തു. ഞാൻ വീട്ടിലായതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. വീട്ടിൽ അമ്മയും മോനും ഒക്കെ ആയിട്ടുള്ള ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഞാനൊന്നും വിശദീകരിക്കുന്നില്ല. നിങ്ങളാരും പൊട്ടന്മാരല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാനാണ് വീണ എസ് പിള്ള. ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഇനി അങ്ങോട്ട് ബുദ്ധിമുട്ട് ആർക്കും ആയി മാറരുത്. അതും കൂടി എനിക്ക് പറയാനുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഈ നാക്കിന് എല്ലില്ലാത്ത സാധനങ്ങൾ അവിടെ കിടന്ന് വല്ലതും വെട്ടും. നമ്മളതിന് മറുപടി കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ നാറത്തുള്ളൂ. എൻ്റെ അവസ്ഥ സത്യം പേഴ്സണൽ അനുഭവം പറയുന്നത്. അതിനൊക്കെ മറുപടി കൊടുത്ത് ഈ ഗതിയിലായി ഞാൻ. ഇപ്പൊ എനിക്ക് വയ്യടേ, എനിക്ക് തലയ്ക്കകത്തൂടിയൊക്കെ എന്തൊക്കെ ഓടണമെന്ന് എനിക്ക് പോലും പിടിയില്ല. ആ ലെവലിലായി. സത്യം ഉള്ള കാര്യം പറയാം, ചുമ്മാ അല്ല ഞാൻ പറയുന്നത്. എന്തൊക്കെയോ ഇവിടെ നടക്കുന്നത്. എനിക്ക് ചുറ്റും മൊത്തം എന്തോ കുറച്ച് പുക മാത്രം എനിക്ക് കാണാം. ഈ ലെവലിലായി എൻ്റെ അവസ്ഥ. വല്ലാത്തൊരവസ്ഥ. അതുകൊണ്ട് ഇതിലൊന്നും പോയി തല വയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ അത്രയും സേഫ് എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇതെല്ലാം വീണാസുധിയും രംഗത്ത് വന്ന് രേണുസുധിയും രംഗത്ത് വന്ന് എല്ലാവരും വരി, നമ്മളും വരാം. ഇനിയിപ്പോ എന്തിനിരിക്കുന്ന, ഇനിയിപ്പോ അടുത്ത ബിഗ് ബോസിൽ എന്തായാലും രേഷ്മ തങ്കച്ചൻ ഉണ്ട്. അവിടെ ഇനി ബെൽറ്റ് ഇടുന്ന സമയത്ത് രേണു എന്ന് എഴുതുവോ രേഷ്മ എന്ന് എഴുതുവോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മറ്റേ മൈക്കിന്റെ ബെൽറ്റ് ഇടുമല്ലോ ആ സമയത്ത്
രേഷ്മ എന്ന് എഴുതിയല്ലായിരിക്കും ബെറ്റർ കേട്ടോ. അതാണ് ലീഗൽ നെയിം. അതുകൊണ്ട് രേണുസുതി എന്നൊന്നും എഴുതി വെക്കാതിരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. എനിക്ക് അവർ രേണു എന്നായിരിക്കും എഴുതുന്നത്, അതല്ല ഹൈലൈറ്റ് പേര്. പക്ഷെ നമ്മൾ ഹൈലൈറ്റ് ആക്കി രേഷ്മയിലോട്ട് എത്തിക്കുന്നതായിരിക്കും രേഷ്മ പി തങ്കച്ചൻ. അത് പോട്ടെ, പേരിന്റെ കാര്യത്തിലൊക്കെ എന്തിരിക്കുന്നു അല്ലേ. അതുകൊണ്ട് പൊട്ട് ചീള് കേസ് പോ. എങ്ങേരുടെ പേരനെ നാറ്റിച്ച് ആരാ? സുധിയുടെ പേരനെ നാറ്റിച്ച് നാറാണത്താക്കി നാറാണ കല്ലെടുപ്പിച്ച്. അതിന് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ കാര്യങ്ങളൊക്കെ അറിയാം. എന്തായാലും ഇപ്പം മര്യാദയ്ക്ക് കുടുംബത്തിൽ കയറിയിരുന്ന വീണയും കൂടി നാറേണ്ട അവസ്ഥയിലോട്ട് കൊണ്ടിട്ട് ഏതോ ഇന്റർവ്യൂവിൽ പോയിരുന്ന് കാട്ടാവരാതെ വിളിച്ച് പറയുന്നുണ്ട്. അവൾ എനിക്കറിയത്തില്ല, പിന്നെ എങ്ങാണ്ടൊരിക്കൽ കുണുകുണാന്ന് മെസ്സേജ് അയച്ച്. എന്റെ പൊന്നെ, ഇതൊക്കെ ഏത് യൂണിവേഴ്സിൽ നിന്ന് വരുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിന്റെ യൂണിവേഴ്സിറ്റിപ്പെട്ട ലീജോസ് പെരേര കല്യാണം കഴിച്ച് എവിടാ ഫേക്ക് കല്യാണം എന്നും പറയുന്നുണ്ട്. ആറാട്ടെണ്ണം വന്നിരുന്ന്. പിന്നെ അവന്റെ കൂടെ ഉള്ളവനും പറയുന്നുണ്ട് ഫേക്ക് കല്യാണമാണ്, കണ്ടന്റിന് വേണ്ടി ചെയ്തതാണെന്ന്. എന്തൊക്കെ തോന്നിയ ദിവസം തന്തയില്ലാത്ത പരിപാടി എന്താ ഇവനൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്നത്. കുറെ വെടലകളും കുറെ യൂണിവേഴ്സുകളും ഇതിനെയൊക്കെ എടുത്ത് വെച്ച് സംസാരിക്കാൻ നമ്മൾ അല്ലേ എന്നല്ലേ നിങ്ങൾ പറയുന്നത്. ഓക്കെ, ശരിയാ, ന്യായവാ, വീണ പറഞ്ഞേട്ടെ. ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക. ഞാനൊരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് കാവനാട് പോലീസ് സ്റ്റേഷനിൽ. അപ്പോൾ പുള്ളിക്കാരത്തെ വിളിച്ചിട്ടുണ്ടെന്ന് സാറിനെ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അതെന്തായെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, അറിയാത്തവർക്കായിട്ടാണ്. പിന്നെ എന്നെ കുറേ ആൾക്കാർ ഭയങ്കര മോശമായിട്ട് കമൻസുകളൊക്കെ വരുന്നുണ്ട്. നീ ആരാടി, മറ്റേ മോളെ മറിച്ച മോളെ, പിന്നെ നിനക്ക് വെളിയിലേക്ക് വരാൻ പറ്റാത്തത് എന്താണ്, നീ എന്തുകൊണ്ട് വെളിയിലേക്ക് വരുന്നില്ല? ഞാൻ അതിനൊരു മറുപടി, ഈ പറഞ്ഞ, അതായത് പെണ്ണുങ്ങളും ആണുങ്ങളും ഉണ്ടേ, ഈ പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ലൈവ് ഇടുന്നത്. ഞാൻ എൻ്റെ ഫാമിലിയോ എൻ്റെ മകനെയോ എൻ്റെ കഴിഞ്ഞ കാലത്തിനെയോ അല്ലെങ്കിൽ എക്സ് ഹസ്ബൻഡിനെ കുറിച്ചിട്ടോ എനിക്ക് അവരെ വിറ്റ് കാശ് മേടിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. അങ്ങനെയാണ് അവരുടെ അഭിപ്രായം. നല്ല അഭിപ്രായമാണ്. കണാസുന ഒന്നിടന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾ പോലെ കാട്ടിക്കൂട്ടാതിരിക്കുക. ദാറ്റ്സ് ബെറ്റർ ടു യു എന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ നാറി നത്തം കൊട്ടുന്ന ഒരവസ്ഥയിലോട്ട് പോകും. ഈ രേഷ്മ തങ്കച്ചനൊക്കെ കിടക്കുന്നുണ്ടല്ലോ, എൻ്റെ അമ്പോ ഏത് യൂണിവേഴ്സിറ്റി പെട്ട് കിടക്കുന്നുണ്ടാ, വാ എടുത്ത കള്ളം മാത്രം. എനിക്ക് അത് കേട്ടാണ് എനിക്ക് ഭ്രാന്തായത്. എന്തിനും ഏതിനും കള്ളത്തനങ്ങളും ഉരുണ്ട് കളിയും ഒരിക്കൽ പറഞ്ഞല്ല പിന്നെ പറയുന്നത്. നാട്ടുകാർ പൊട്ടന്മാരല്ല, ആ ചിന്ത പോലും ഇതിനില്ല. വേറൊരു സത്യം കൂടി ഇതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സത്യസന്ധമായ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്കത് സത്യമാണ്, ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ അത് വീണ്ടും റിപ്പീറ്റ്ലി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കാര്യം തന്നെ പറയും, സത്യസന്ധമായ കാര്യമാണെങ്കിൽ. പക്ഷെ നമ്മൾ കള്ളങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ മുന്നേ പറഞ്ഞതും നേരത്തെ പറഞ്ഞതും ഒക്കെ മറന്നു. അപ്പൊ നമ്മൾ പുതിയ കള്ളങ്ങളായിരിക്കും ഓരോരുത്തർ ചോദിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോന്ന് മറയ്ക്കാൻ ഓരോ കള്ളങ്ങൾ പറയും. എല്ലാം ഓരോരുത്തർ ഒരേ ചോദ്യമായിരിക്കും, പക്ഷെ ഉത്തരങ്ങളെല്ലാം പല വിധമായിരിക്കും. അങ്ങനെ വരുമ്പോൾ നാട്ടുകാർക്ക് മനസ്സിലാവും നീ പറയുന്ന മൊത്തം കള്ളമാണ്. നാളെ നിനക്കൊരു പ്രശ്നമുണ്ടായി സത്യസന്ധമായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കൂടി നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കള്ളത്തിൽ മേൽ ചീട്ടുകൊട്ടാരം കെട്ടിവെച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് രേഷ്മ തങ്കച്ചൻ. അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ അധികകാലം കാണത്തില്ല. എന്തായാലും ഇവരെയും വലിച്ചിട്ടിട്ടുണ്ട്. എന്തൊക്കെ നടക്കാൻ പോണോ എന്തായാലും ദൈവത്തിനറിയാം. അവരുടെ ഫെയിമിൽ എനിക്ക് വളരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. സഹോദരങ്ങളോടായിട്ട് പറയുവാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ ആരാണ് എന്താണ് എന്നൊക്കെ. ഇതൊരു വിവാദമാക്കാനോ അല്ലെങ്കിൽ ഇതൊരു പ്രശ്നത്തിലേക്ക് പോകാനോ ഒന്നുമല്ല. ഈ രേണുസുതിക്ക് എന്നെ നന്നായിട്ടറിയാം. ഞാനോട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ രേണുസുതിക്കറിയാം. രേണുസുതി അവിടെ കിടന്ന് ബബ്ബ അടിക്കുന്നത് ഞാൻ കണ്ടു മെനഞ്ഞാന്നത്തെ ഇൻ്റർവ്യൂവിൽ. വീണെ അറിയോ? അറിയില്ല. പക്ഷെ അവൾ എന്നെ കണ്ടിട്ടില്ല. സത്യം തന്നെയാണ്, എന്നെ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു ഐഡിയിൽ നിന്നൊരു മെസ്സേജ് ചെല്ലുമ്പോൾ, മീൻസ് ഞാനൊരു മെസ്സേജ് ഇതിനകത്തുള്ള എൻ്റെ ഒരു കൂട്ടുകാർക്ക് ഞാൻ അയക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ അവരെ നോക്കുന്നത് അവരുടെ പ്രൊഫൈലാണ് നോക്കുന്നത്. വീണയാണെങ്കിൽ രേണുവിനെതിരെ കേസ് വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് രേണുവിനെ ഒളിപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വരെയൊന്നുമില്ല, വലിയ സെലിബ്രിറ്റിയിലൊക്കെ നിൽക്കുന്നില്ലേ. വന്നാൽ തന്നെ കുറെ മീഡിയക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് അനുയായികളുമായിട്ടേ എത്തത്തുള്ളൂ. ഒറ്റയ്ക്കൊന്നും വരത്തില്ല. വലിയ സെറ്റപ്പിലുള്ള ആൾക്കാരാണ്. അന്ന് എന്നെ മീഡിയയുടെ മുന്നേറ്റ് നാട്ടിക്കാൻ നോക്കി, പക്ഷെ മുഞ്ചിപ്പോയി. അതാണ് അവിടെ നടന്ന അവസ്ഥ. പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്ത് അതിന്റെ അപ്ഡേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീണ തന്നെ അറിയിക്കുന്നതായിരിക്കും. വോട്ടവർ അത് വരും ദിവസങ്ങളിൽ നമുക്കറിയാം. കേസിന്റെ മുകളിൽ കേസായിട്ട് കിടക്കുന്ന രേണുവിന് ഇതൊക്കെ എന്ത് കേസ് അല്ലേ? പിന്നെ ആ പ്രൊഫൈല് നോക്കുമ്പോൾ എൻ്റെ ഫോട്ടോസ് എന്തായാലും കാണും. അവൾ പറഞ്ഞു എന്നെ ഇതുവരെ കണ്ടിട്ടില്ല, എൻ്റെ ഫ്രണ്ട് അല്ല എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഫ്രണ്ട് അല്ല, ഞാനായിട്ട് തന്നെ അവളുടെ അക്കൗണ്ടിൽ കയറിയിട്ട് ഞാൻ തന്നെയാണ് മെസ്സേജ് അയക്കുന്നത്. അതൊക്കെ ഞാൻ സമ്മതിച്ചു. ഞാൻ ഈ കാര്യങ്ങൾ പറയാനല്ലാതെ രേണുസുതിക്ക് ഒരു മെസ്സേജ് പോലും ഞാൻ അയച്ചിട്ടില്ല. അവൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുണുകുണാന്ന് അവൾക്ക് മെസ്സേജ് അയക്കുന്നു എന്നാണ് അവൾ പറഞ്ഞത്. ഞാൻ ഒരു മെസ്സേജ് അയച്ചിട്ടില്ല.
പിന്നെ അവളുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നോക്ക്. നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നൊരു ഫാമിലി അടിച്ച് തകർത്ത ഒരാളെ നമ്മൾ പിന്നെയും കുണുകുണ അവർക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമോ? കുണുകുണന്നല്ല, ഈ സുധിയുമായിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് വീണ രേണുവുമായിട്ട് സംസാരിച്ചിട്ടുള്ള മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഇതെന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുമായിട്ട് കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്ന സമയത്താണ് രേണു ഇതിൻ്റെ ഇടയിൽ എൻട്രി നടത്തുന്നതെന്നാണ് വീണ പറഞ്ഞു വെക്കുന്നത്. ആ കാര്യങ്ങളൊക്കെയാണ് വിഷയങ്ങളൊക്കെ ആയത്. എന്തായാലും കൊള്ളാം, നല്ല ഒന്നാം തരം ഫാമിലി, എല്ലാം അടിപൊളിയായിട്ട് കച്ചറ പരിപാടിയായിട്ടൊക്കെ നടന്നു പോയി ഇപ്പൊ ഈ രീതിയിലൊക്കെ നിൽക്കുന്നു. ഇനി ആരൊക്കെ എൻട്രി നടത്താൻ കിടക്കണമെന്ന് ദൈവത്തിനറിയാം. സത്യം, ആരൊക്കെ വരണോ ആരൊക്കെ പോണോ ദൈവത്തിനറിയാം. ഓരോ ദിവസവും ഓരോരുത്തരായിട്ട് ഉടലെടുത്തോണ്ടിരിക്കുകയാണ് ഞാൻ നോക്കുമ്പോഴൊക്കെ. ആരൊക്കെ വരുന്ന, എന്തൊക്കെ പറയണ, എന്തൊക്കെ നടക്കുന്ന, എന്തോ നട ഇതൊക്കെ. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്. അവരെപ്പോഴും നമ്മുടെ ശത്രു തന്നെയായിരിക്കും. പിന്നെ എനിക്കതുകൊണ്ട് പോയത് കൊണ്ട് എനിക്ക് ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല. കാരണം ആ ലൈഫ് പോയതുകൊണ്ട് ഞാനിപ്പോൾ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. നന്നായിട്ട് എൻ്റെ കരിയർ വരെ ഫ്ലോപ്പായി പോയി. അതൊക്കെ എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റി. എനിക്ക് അതിലൊന്നും ഒരു സങ്കടമില്ല. സുധി ഒരു 2 വർഷമായി മരിച്ചു പോയിട്ട്. പക്ഷേ സുധി ഞാൻ എന്നോ കൊല്ലം കോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സുധി മരിച്ചു പോയി. അപ്പം പിന്നെ എനിക്ക് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. പിന്നെ ഇനി അടുത്തൊരു സംശയം, സുധി ജീവിച്ചിരുന്നപ്പോൾ എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ള, അത് അയാളുടെ മാന്യത, മനസ്സിലായ? കാരണം ഞങ്ങൾക്കിടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ആരോടും ഓക്കെ, ഇവര് തമ്മിൽ വേർപിരിയുന്ന സമയത്ത് ഇവര് തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ആദ്യം സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്നത് രേണു ഇവരെ പറ്റിയിട്ട് അപവാദങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ രംഗത്ത് വരുന്ന വോയിസുകളാൽ. ഇപ്പോൾ രേണു വന്നൊരു ഇന്റർവ്യൂവിൽ വീണ്ടും ഒഴിഞ്ഞപ്പം അവർ ഫേസോടെ വന്നിരിക്കുകയാണ്. ഇതൊക്കെ നടക്കുമോ എന്താ ദൈവത്തിനറിയാം. ഇപ്പം നാറ്റത്തിന്മേൽ നാറ്റമായിട്ടാണ് ഈ ജീവിതം ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനി എവിടെയാണ് രേണു ഇതൊക്കെ വിളിച്ച് പറഞ്ഞതെന്ന് നമുക്കൊന്ന് കാണണ്ടേ? കണ്ടിട്ട് വരാം. അത് ഞാൻ സമർത്ഥിക്കുന്നു. പക്ഷേ ഒരു തവണ പോലും ലൈഫിൽ ഇന്ന് വരെ വീണ നായർ മെസ്സേജ് അയക്കുമല്ലോ മെസ്സഞ്ചറിലൊക്കെ കുണുകുണാന്ന് മെസ്സേജ് അയക്കും. എനിക്ക് ഓർമ്മയില്ല. വർഷങ്ങൾക്ക് എത്രയോ പേര് ഇന്ന് വരെ മെസ്സേജ് അയച്ചിട്ടില്ല. എനിക്കറിയില്ല ഷെബിനെ. സുധിച്ചേട്ടനുള്ള നിനക്കൊരു തേങ്ങ അറിയത്തില്ല, നിനക്ക് ഒരു തേങ്ങ അറിയത്തില്ല. എന്റെ പൊന്നെ, എണീറ്റ് പോ, ഇരുന്ന് തള്ളി മറിക്കാതെ. വായിരിക്കണമെല്ലാം കേൾക്കരുത്, എനിക്കതേ പറയാനുള്ളൂ. നിനക്കൊരു തേങ്ങ അറിയത്തില്ല, നിനക്കൊരു തേങ്ങ അറിയത്തില്ല, നമ്മുടെ മുതലാളിക്ക് ഒരു തേങ്ങ അറിയത്തില്ല. എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. കള്ളം പറയാൻ വേണ്ടി മാത്രം വാ തുറക്കുന്ന സാധനങ്ങൾ. പറഞ്ഞല്ലോ, ഇവര് മെസ്സഞ്ചറിൽ ചുമ്മാ മെസ്സേജ് അയച്ചപ്പോ സൂചന എന്നോട് പറഞ്ഞു, വാവുട്ടെ അത് നിർത്തിക്കോണം. എന്തിനാ വാവുട്ടെ നിർത്തിക്കോണം? അന്ന് ഞാൻ ബ്ലോക്ക് ചെയ്ത, അന്ന് തന്നെ ഞാൻ ബ്ലോക്ക് ചെയ്താ. എന്തുവാ ഹായ് കാലോ ആരാ എന്താന്ന് അന്നേരം ബ്ലോക്ക് ചെയ്ത. പിന്നെ ഞാൻ എന്തിനാണ് മെസ്സേജ് അയക്കുന്നത്? എനിക്ക് എന്ത് പർപ്പസിനാണ് അവരോട് മെസ്സേജ്? ഞാൻ അവരോട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എന്തിനാണ് അവരുടെ പുറകെ നടക്കുക? എനിക്ക് എന്റെ ആവശ്യമില്ല ഷെബിനെ. ഈ ഇടയെന്നല്ല, എനിക്കറിയില്ല. പഴയ കാര്യങ്ങളായിരിക്കും പറയുന്നത്. വീണാസ് നായർ എന്ന് പറയുന്ന ചേച്ചി എന്നെ വിളിച്ചപ്പോഴും ഞാൻ സ്വാഭാവികമായിട്ടും പറഞ്ഞത് പറയാം അതാ ഞാൻ പറയുന്നത്. മീഡിയയിലേക്ക് താങ്കൾക്ക് പറയണമെങ്കിൽ അത് പറയൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അവരിപ്പോ ഞാൻ അറിഞ്ഞത് വെച്ച് അവരൊരു കേസ് നിങ്ങൾക്കെതിരെ ഫയൽ ചെയ്തിട്ടുള്ളതാണ്. എനിക്കറിയത്തില്ല. നിയമ നടപടി നടക്കട്ടെ. അല്ല, ഇതുവരെ പോലീസിൽ നിന്ന് എനിക്കറിയത്തില്ല, ആരും വിളിച്ചിട്ടില്ല. ഒരു കേസ്. നിനക്കൊരു തേങ്ങ അറിയത്തില്ല, നിനക്ക് വിളിയും വന്നില്ല, തേങ്ങ വന്ന് എന്തിനാടി വന്നിരുന്നു പച്ചക്കള്ളം പറയുന്നത്? എനിക്കതേ ചോദിക്കാനുള്ളൂ. എന്തുവാരെയാണോ നീ പറയുന്നത്? പച്ച കള്ളം പറയാൻ വേണ്ടി മാത്രം വാതുറക്കും. നിനക്ക് ആരെ അറിയത്തില്ല, ഒരു തേങ്ങ അറിയത്തില്ല, ഒരു മാങ്ങ അറിയത്തില്ല, അരിയും അറിയത്തില്ല. എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊന്നും അറിയത്തില്ല. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് വേറെ എന്തെങ്കിലും മാറ്റി പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ട്. ഇങ്ങനെ ഒരു എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഷെബിനെ, നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ അത് തെറ്റാണെങ്കിൽ നമ്മൾ ഭയക്കും. മാനനഷ്ടത്തിനാണെന്നാണ് എന്റെ ഒരു എനിക്ക് കിട്ടിയ മാനനഷ്ടം. അതല്ല ഞാൻ അവരുടെ പേര് ഇത്രയും നമ്മൾ സംസാരിച്ചു. ഞാൻ അവരുടെ പേര് ഉച്ചരിച്ചോ? ഇല്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്കതിന്റെ ആവശ്യമില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് അപ്പം ആ സ്ത്രീ ഒരു പോലീസ് കേസ് കൊടുത്തതായിട്ട് ചേച്ചിക്ക് ഇതുവരെ ഒരു പോലീസിൽ നിന്ന് ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല? ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല ഷെബിനെ. ഉണ്ടെങ്കിൽ ഞാൻ പറയും, ഒരു സ്ത്രീ എനിക്കെതിരെ കേസ് അവരന്വേഷിക്കട്ടെ. അന്വേഷിച്ച് എന്നെ ജയിലിൽ അടയ്ക്കുന്നെങ്കിൽ അടയ്ക്കട്ടെ, മാനനഷ്ടമാണ് അടയ്ക്കട്ടെ. ഞാൻ എന്തിനാണ് ഭയക്കുന്നത്? നീ കൊണ്ട് കേസ് കൊടുത്തപ്പോൾ എന്റെ അഭിപ്രായം ഇതായിരുന്നു, എന്നെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യട്ട്. നീ കൊണ്ടുകൊടുത്ത കേസ് വ്യാജമാണെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യട്ടെന്നുള്ളൊരു മൈൻഡിൽ ഞാൻ വരുന്നത്. ഇപ്പൊ മനസ്സിലായോ? വവുട്ടോ എന്റെ വവുട്ടോ സ്വിച്ച് എന്നെ വവുട്ടാന്ന് വിളിക്കുന്നു. വവുട്ടൻ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല വവുട്ടൻ. വേറെ ഒരുത്തൈ ഒരു വിടല ഇരിക്കുന്നുണ്ട്, പ്രജീഷ്. നല്ല, ഞാൻ ഒന്നും പറയുന്നില്ലടേ.
ഐസ്ക്രീം വാരി തിന്നല്, കോരി തിന്നല്, കിണ്ടി തിന്നല് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. അവൻ തിന്നാ കൂണിട്ട് കിണ്ടല്. എന്തിനീ പ്രകസനമൊക്കെ കാണിക്കുന്ന നാട്ടുകാരുടെ മുന്നിൽ കിടന്നിട്ട്? കാണുമ്പോഴേ പുച്ഛം മാത്രം. ഊട്ടനും കീവൂട്ടനും എല്ലാം കൊള്ളാം. ഒന്നിനൊന്നിനും മെച്ചം. എല്ലാത്തിനും പിടിച്ച് ഓരോ ഓസ്കാർ തരാം. ഇന്നുവരെ ഒരു ഇത് വന്നിട്ടില്ല അങ്ങനെ ഒരു പോലീസിൽ നിന്നൊരു ഇല്ല. പിന്നെ ഇന്ന് വരെ വന്നിട്ടില്ല. നാളെ വന്നോന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, ആ വ്യക്തി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. 2016 ഈ സ്ത്രീ ഈ വീണ എന്ന് പറയുന്ന ആ ചേച്ചി സുധിച്ചേട്ടനുമായിട്ട് അകലുകയും 2018 നിങ്ങളുടെ വിവാഹം? 2017 നിങ്ങളുടെ വിവാഹം. അതിനു മുമ്പ് തന്നെ രേണു ചേച്ചിയുമായിട്ട് സുധിച്ചേട്ടന്റെ ബന്ധമുണ്ടെന്ന്. സുധിച്ചേട്ടനെ ഞാൻ കാണുന്നത് തന്നെ 2017 ഡിസംബർ മാസത്തിലാണ്. ആ ഒരൊറ്റ മാസം പോലും എടുത്തില്ല ഞങ്ങൾ സംസാരിക്കാനും കാണുന്നത്. എനിക്ക് സുധിച്ചേട്ടന്റെ നമ്പർ പറഞ്ഞതും പച്ചക്കള്ളം തന്നെയാണ്. ഇത് ഞാൻ പറയുന്നു, ഇത് പച്ചക്കള്ളവല്ല, അതിലപ്പുറം കള്ളമാണ്. അതിനു മുമ്പ് കള്ളമാണ്. ആ സ്ത്രീ പറഞ്ഞ ഇത് കള്ളം. അതായത് ഇവർ രണ്ടുപേരും തമ്മിൽ സെപ്പറേറ്റ് ആയ ശേഷമാണ് നിങ്ങൾ പരിചയപ്പെടുന്നത് അല്ലേ? പിന്നല്ലാതെ ഇവര് ജീവിതത്തിൽ ഒരു സത്യം നീ പറഞ്ഞിട്ടുണ്ടാ? ഒരു സത്യമെങ്കിലും പറഞ്ഞിട്ട് വേണം ഈ ഭൂമിയിൽ നിന്ന് പോകാൻ കേട്ടാ. വയസ്സാം കാലത്ത് ആ കാലം വരെ കണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നിന്നും വിട പറയുന്ന സമയത്ത് ജീവിതത്തിൽ ഒരു സത്യമെങ്കിലും സത്യസന്ധമായിട്ട് പറയാൻ പഠിക്കുക. അല്ലെങ്കിൽ ഒരിടത്തും എത്തത്തില്ല. ബിഗ് ബോസ് ഇനിയിപ്പോ പോവല്ലേ? എനിക്ക് അറിഞ്ഞൂടാ ബിഗ് ബോസ് ഒക്കെ ഇത്രയും നിലവാരമില്ലാതെ ആകുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ എന്ത് ക്വാളിറ്റി കണ്ടിട്ടാണ് ഇതിനെയൊക്കെ വിളിച്ച് അങ്ങോട്ട് കയറ്റുന്നത്? എന്തിന്? ഒരു നല്ല ക്വാളിറ്റി ഒരെണ്ണം ചൂണ്ടിക്കാണിച്ച ഞാൻ മുട്ട അടിച്ചിട്ട് മാറിയിരിക്കുക. ഞാൻ വരൂല, അതോടെ നിർത്തും. ഒരു ക്വാളിറ്റി കാണിച്ചിട്ട് ഇവള് സൂപ്പറാണെന്ന് പറയാൻ വേണ്ടി ഒരു ക്വാളിറ്റി ഇല്ലടേ. എനിക്ക് വയ്യ. സുധിച്ചേട്ടൻ ഞാൻ വന്നപ്പോ കിച്ചു ഉണ്ടല്ലോ. കിച്ചുവിന് 12-11 വയസ്സുള്ള കുട്ടിയല്ലേ. അവന് സൂചിച്ചേട്ടൻ ഒറ്റക്കുള്ളപ്പോഴേ ഞാൻ, അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഒരു ഭാര്യയുള്ള ഒരാളെ വീണ്ടും ഈ പ്രേക്ഷകർ ചിലപ്പോ ഒരു ചോദ്യം വരാം, ഷെബിനെ, ഭാര്യയുള്ള ഒരാളെ ഞാൻ എന്തിനു കല്യാണം? ഭാര്യ ഇല്ലാത്തതുകൊണ്ടല്ലേ എന്നെ കല്യാണം? 100%. അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ അവർ പറഞ്ഞ അലിഗേഷൻസിന് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടി ഇത്രയും നേരമായിട്ട് രണ്ടുപേരും ഞാൻ പറഞ്ഞിട്ടില്ല. ആ സ്ത്രീയോട് പെർമിഷൻ മേടിച്ചിട്ട് തന്നെയാണ് പേര് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരാം പ്രേക്ഷകർ, എന്തിനാണ് ഇവരുടെ ലൈഫിലേക്ക് ഇങ്ങനെ ചകഞ്ഞ് ഞാൻ ചോദിക്കുന്നത്? പക്ഷെ അത് ചേച്ചി തന്നെ മനസ്സിലാക്കണം. ചേച്ചിക്ക് കൃത്യമായിട്ട് ക്ലാരിറ്റിയോട് കൂടി ഉത്തരം പറയാനുള്ള ഒരു അവസരമായിട്ട് തന്നെയാണ് ചേച്ചിക്ക് അറിയാമല്ലോ. അത് ചേച്ചിയോട് ഞാൻ ഓൾറെഡി ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ഇവ അവരുടെ അടുത്ത് പെർമിഷൻ ചോദിച്ചായിരുന്നു, അവര് പെർമിഷനും കൊടുത്തായിരുന്നു. എന്തായാലും പെർമിഷൻ ഗ്രാൻഡഡ് ആണ്. രേണു ഷിന ചേച്ചിക്ക് ഒരു തേങ്ങ അറിയത്തില്ല. എനിക്കൊന്നും ഓർമ്മയില്ലേ, ഞാൻ മറന്നേ എല്ലാം എന്നുള്ളൊരു മൈൻഡിലാണ് രേണു ചേച്ചി ഇരിക്കുന്നത്. സത്യം പറയാമല്ലോ എൻ്റെ പൊന്നളിയ, എനിക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ കുരു പൊട്ടിയിട്ട് പോയി. ഞാനൊരു വീഡിയോ ഇവിടെ ഒന്ന് കൊടുക്കാൻ കേട്ടോ, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇങ്ങനത്തെയൊക്കെ അപരാധങ്ങളാണ് കാട്ടിക്കൂട്ടിക്കൊണ്ട് നടക്കണത്. ദൈവമേ. അയ്യോ, അവന്റെ ഫോണിനെ കുടിക്കൂ. അയ്യോ ഒരു ഫോണിലെ പൂച്ചു. എന്തിനീ പ്രഹസനം? ദാവായിക്കോട്ടെ. അയ്യോ, സ്നേഹം കാണിക്കുന്നതായിരിക്കും. നാട്ടുകാരെ മുന്നിൽ എന്തിനാണ് ഈ പ്രഹസനം? രേണു തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, നീ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി കഴിഞ്ഞാൽ വിവാദങ്ങളുടെ ഒരു പൂരഘോഷയാത്രയാണെന്ന്. അത് അറിഞ്ഞു വെച്ചും കൊണ്ട്, മനസ്സിലാക്കി വെച്ചും കൊണ്ട് നാട്ടുകാരെന്തെങ്കിലുമൊക്കെ പറയട്ടെന്നുള്ളൊരു ഉദ്ദേശത്തിൽ നീ കാട്ടിക്കൂട്ടുന്ന പരിപാടിയാണ് രേണു ഇതൊക്കെ. അല്ലാണ്ടൊന്നുമല്ല. നിന്നെ ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞാലും നിനക്കൊരു തേങ്ങയുമില്ല. നീ അത് പറയുന്ന കറക്റ്റ് തന്നെയാണ്, നിനക്കൊരു തേങ്ങയുമില്ല. എങ്ങനെയെങ്കിലുമൊക്കെ പൈസ മാത്രം ഉണ്ടാക്കിയാൽ മതി. അത് ബിഗ് ബോസിൽ പോയിട്ടായാലും എവിടെ പോയിട്ടാലും നിനക്ക് പൈസ മാത്രം കിട്ടിയാൽ മതി എന്നുള്ളൊരു മെന്റാലിറ്റിയാണ്. അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, അവൻ കിണ്ടി തിന്നതെന്ന് നിനക്ക് മാഞ്ചി കിണ്ടി തിന്നണം. നിനക്കറിയാം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കുറ്റം പറയും. പ്രത്യേകിച്ച് ഞാൻ പറയാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലാവില്ല. അപ്പൊ നീ മനഃപൂർവ്വം വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതെടുത്ത് വെച്ച് അലക്കുമ്പോൾ നിനക്ക് പ്രശ്നം. പക്ഷെ നീ എന്തുകൊണ്ട് എൻ്റെ പേരിൽ കേസ് കൊടുത്തെന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഞാൻ പറയുന്നു, നിന്നെ കുറ്റം പറഞ്ഞതിനോ അലക്കിയതിനോ ഒന്നുമല്ല. ആ ബിഷപ്പിന്റെ കേസ് കുത്തിപ്പൊക്കിയപ്പോൾ നിനക്ക് മനസ്സിലായി എൻ്റെ വാടപ്പിച്ചില്ലെങ്കിൽ നിനക്ക് 18ന്റെ പണി കിട്ടുമെന്ന്. അതുകൊണ്ടാണ് നീ ചലിച്ചത്, അല്ലാതെ ഒന്നുമല്ല, ഒരു തേങ്ങയുമല്ല. കേട്ടാ, മനസ്സിലാക്കി എത്രയും നല്ലതായിരിക്കും. എനിക്ക് പുച്ഛം മാത്രമാണ്. ഇനി ജീവിതത്തിൽ നിന്റെ അടുത്തേക്ക് ഈ പുച്ഛം മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഭൂമിയിൽ നിന്ന് വിട പറയും മുന്നേ ഒരാളെ കൊണ്ടെങ്കിലും നല്ലത് പറയാൻ ശ്രമിക്കുക. നിന്റെ PR വർക്ക് കമന്റ് ഇടുന്നവരുടെ അടുത്തല്ല, അല്ലാണ്ട് ജെനുവൻ ഒരാളെ കൊണ്ടെങ്കിലും നല്ലത് പറയിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഈ ഭൂമി കിടന്നിട്ട് വലിയ ഗുണമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല.
ഇത് വേടേ പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.